മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ, മാരമധുരമായി മാറ്റിയവൻ. മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ, മാരമധുരമായി മാറ്റിയവൻ. മാറാത്തവൻ, ചിറകിൽ മഴയ്ക്കുന്നവൻ, മഹത്വത്തിലെന്നെ ചേർക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ, ഓരോ നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ, ഓരോ നാളും മറക്കുമോ? വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് ഇടപെടുന്ന വചനം 111 സങ്കീർത്തനത്തിൻ്റെ 5ഉം 6ഉമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു, അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. ജാതികളുടെ അവകാശം അവൻ സ്വജനത്തിന് കൊടുത്തതിൽ തൻ്റെ പ്രവൃത്തിയുടെ ശക്തി അവർക്ക് പ്രസിദ്ധമാക്കിയിരിക്കുന്നു. ആമേൻ. തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു, തന്നെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായിട്ട് കോടി വ്യാപരിപ്പിക്കുന്നു. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ അവൻ രക്ഷിക്കുന്നു. തന്നെ മുഖത്തേക്ക് നോക്കിയവരെ ലജ്ജിതരാകാതെ സൂക്ഷിക്കുന്നു. നമ്മുടെ ദൈവം എത്ര മനോഹരമായിട്ടാണ് തന്നെ സ്നേഹിക്കുന്നവരെയും തൻ്റെ ഭക്തന്മാരെയും തൻ്റെ നീതിമാന്മാരെയും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെയൊക്കെ രക്ഷിക്കുന്നത്. ഇവിടെ ഒരു വചനം കണ്ടോ, തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. സത്യത്തിൽ അതൊരു ചെറിയ കാര്യമായിട്ട് നമുക്ക് കാണാം, അപ്പോൾ തന്നെ അതൊരു വലിയ കാര്യമായിട്ടും നമുക്ക് കാണാം. എന്താണ് അതിൽ നിന്ന് ഒരു ദൈവശബ്ദം? നമ്മുടെ ഏറ്റവും ചെറിയ കാര്യത്തിൽ പോലും ദൈവം പ്രവർത്തിക്കുന്നു. നമ്മുടെ വലിയ കാര്യമാണെങ്കിലും ചെറിയ കാര്യമാണെങ്കിലും സകല കാര്യത്തിൻ്റെയും ഉത്തരവാദിത്തം നമ്മുടെ ദൈവത്തിന് മാത്രമാണ്. നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണോ? യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? അത്രയും മതി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തവും കർത്താവ് ഏറ്റെടുക്കും. ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, ആരെന്നെ കരുതും, ആരെന്നെ പരിപാലിക്കും? ധൈര്യമായിരിക്കുക. അത്ഭുതകരമായിട്ട് നിങ്ങളെ കരുതാൻ ദൈവത്തിന് കഴിയും. ഇന്നും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്നെ കരുതാൻ ആരുമില്ല, എനിക്ക് ആര് എന്നെ സഹായിക്കും? യെസ്, നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ കർത്താവിനെ വിശ്വസിക്കുന്നത് കൊണ്ടും കർത്താവിനെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ മുമ്പിൽ വഴികൾ ഓരോന്ന് തുറന്നു വരുന്നത് നിങ്ങൾ കാണും. ആമേൻ. നിങ്ങൾ ഈ ദിവസങ്ങൾ തന്നെ ചില അത്ഭുതങ്ങൾ കാണും. കാരണം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു നിയമമുണ്ട്. എന്താ ദൈവത്തിൻ്റെ ആ നിയമം? ആ വചനം ഇങ്ങനെ പറയുന്നു, തൻ്റെ നിയമത്തെ അവൻ എന്നേക്കും ഓർക്കുന്നു. അപ്പോൾ എന്താ നിയമം? യേശുവിനെ ഒരുവൻ വിശ്വസിക്കുമ്പോൾ അവനുമായിട്ട് ദൈവത്തിൻ്റെ ഒരു നിയമമുണ്ട്. എന്താ നിയമം? ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും, പക്ഷെ എൻ്റെ ദയ നിന്നെ വിട്ട് മാറത്തില്ല. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ എന്താ നിയമം? ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. അതൊക്കെ ദൈവത്തിന് നമ്മളോടുള്ള ഒരു നിയമമാണ്, മാറാത്ത നിയമം. യെസ്, നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാനുണ്ട്. ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഒരു ഉൾവനത്തിൽ തനിച്ചായിരിക്കുക. സഹായിക്കാൻ ആരുമില്ല അവിടെ, അറിയാവുന്ന ആരുമില്ല, ഒരു മനുഷ്യനുമില്ല അവിടെ. പക്ഷെ അവിടെ തക്ക സമയത്ത് രാവിലെയും വൈകിട്ടും ദൈവം ഒരു കാക്കയോട് പറഞ്ഞ്
അവനെ കരുതുവാൻ അവനിരിക്കുന്ന ഇടത്ത് എത്തി. ചിലപ്പോൾ ചില പ്രതിസന്ധികൾ നിമിത്തം നിങ്ങൾ ആരും കാണാതെ മാറി നിൽക്കുകയായിരിക്കാം. നീ ആയിരിക്കുന്ന ഇടത്ത് നിന്നെ കരുതുന്ന ദൈവത്തിൻ്റെ കരുതൽ നീ അനുഭവിക്കും. കാരണം ഏലിയാവേ മരിച്ചിട്ടുള്ളൂ, ഏലിയാവിൻ്റെ ദൈവം മരിച്ചിട്ടില്ല. തൻ്റെ ഭക്തന്മാരെ അവൻ സംരക്ഷിക്കുന്നു. അവിടെ കൊണ്ടും ആ ദൂത് തീർന്നില്ല. അടുത്തൊരു കാര്യം, അവൻ്റെ നിയമത്തെ ഓർത്തിട്ട് എന്താ ചെയ്യുന്നത്? ജാതികളുടെ അവകാശം അവൻ സ്വജനത്തിന് കൊടുക്കുന്നതിൽ തൻ്റെ പ്രവൃത്തിയുടെ ശക്തി അവർക്ക് പ്രസിദ്ധമാക്കിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ തന്നെ അനുഗമിക്കുന്നവർക്ക് വേണ്ടി പലയിടത്തു നിന്നുള്ള നന്മകൾ കൊടുക്കാൻ ദൈവശക്തനാണ്. ആമേൻ. അത്ഭുതകരമായി സൂക്ഷിപ്പാൻ ദൈവശക്തനാണ്. നിങ്ങൾ കണ്ടില്ലേ, 40 വർഷം ഇസ്രായേൽ ജനത്തെ ദൈവം മരുഭൂമിയിൽ പോഷിപ്പിച്ചത്. ആ സംരക്ഷണത്തിന് ശേഷം അവർ കയറിയ അവകാശഭൂമിയിൽ അവർ വിതയ്ക്കാത്ത, നടാത്ത, നട്ടുണ്ടാക്കാത്ത, ഫലവും നന്മകളും വെക്കാത്ത വീടും കുഴിക്കാത്ത കിണറും ഒക്കെ ദൈവം കൊടുത്തില്ലേ? ആമേൻ. പിതാക്കന്മാരുടെ ദൈവം അത് ചെയ്തെങ്കിൽ ആ ദൈവം ഇന്നും തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് ചെയ്യും. സ്തോത്രം. ചില വലിയ കരുതലുകൾ ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ധൈര്യപ്പെടുക, വിശ്വസിക്കുക. ദൈവം നിങ്ങളെ ഈ വചനപ്രകാരം ബലപ്പെടുത്തട്ടെ. നിങ്ങൾക്കായുള്ള വലിയ കരുതലുകൾ ദൈവം അയക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുപ്പ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. നല്ല വാഗ്ദത്തങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും കർത്താവെ അങ്ങ് കരുതുന്നവനായി വെളിപ്പെടുന്നതിന് സ്തോത്രം ചെയ്യുന്ന പിതാവെ. കർത്താവ്, ഞങ്ങൾക്ക് ചില അവകാശങ്ങൾ ഇന്ന് കർത്താവെ അങ്ങ് സൂക്ഷിച്ച് ഒരുക്കി വെച്ചിരിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, ആ അവകാശങ്ങളിലേക്ക് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രവേശിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ എല്ലാ ആവശ്യങ്ങളും ഇന്ന് പകൽ അങ്ങ് നിറവേറ്റി കൊടുക്കാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ഒപ്പമുണ്ട്. ആമേൻ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെയുണ്ട്. യെസ്, കർത്താവ് ഞങ്ങൾ കുടുംബമായിട്ട് ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. നന്മയും അനുഗ്രഹവും ദീർഘായുസ്സും ഈ ജനത്തിൻ്റെ കൂടെ ഇരിക്കട്ടെ. ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. ഇവർ സുരക്ഷിതമായിരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വരുന്ന ഒത്തിരി ഫോൺ കോളുകളുണ്ട്. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ സ്നേഹം, കരുതൽ, അതിനായിട്ട് നന്ദി പറയുന്നു. ചില ദിവസങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിട്ടുണ്ട്. എന്നാൽ തുടർമാനം ഈ ശുശ്രൂഷയെ നിങ്ങൾ സ്നേഹിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനകളും സ്നേഹവും അറിയിക്കുന്നതിൽ ഒത്തിരി നന്ദി. തുടർന്നും കർത്താവ് വരുന്നവരെയും ശുശ്രൂഷയിൽ നമുക്ക് തുടരാം. ഗോഡ് ബ്ലെസ് യു. ഷലോം.